രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന DS ഇറെ നമുക്ക് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. രാത്രി 9:30 മണിക്ക് ഏരീസ് ഫ്ലക്സിൽ OD1 DS ഇറയുടെ പ്രീമിയർ ഷോ അത് കണ്ടിട്ട് വന്ന് കയറിയിരിക്കുകയാണ്. രാത്രിയാണ്. എന്നാൽ പിന്നെ ഒരു കട്ടനായാലോ എന്ന് വിചാരിച്ചൊരു കട്ടനൊക്കെ കുടിച്ച് നമ്മളങ്ങനെ സംസാരിക്കാനിരിക്കുകയാണ്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിൽ സ്പോയിലർ വരാൻ സാധ്യതയുള്ള വീഡിയോസോ അല്ലെങ്കിൽ റൈറ്റപ്പുകളോ ഇതൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോയിൽ എന്തായാലും ഒരു സ്പോയിലറും കടന്നു വരാതിരിക്കാൻ എൻ്റെ പരമാവധി എഫേർട്ട് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ സൂക്ഷിച്ച് തന്നെ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. ആവേശത്തിൽ വല്ലതും പറഞ്ഞു പോവുകയാണെങ്കിൽ അത് കട്ട് ചെയ്യണമല്ലോ. അങ്ങനെ യാതൊരു സ്പോയിലേഴ്സും ഇല്ലാതെ നിങ്ങൾ പോയി കാണുന്നതാണ് നല്ലത്. എനിക്കിതിനകത്ത് ഭയങ്കര അടിപൊളിയായല്ലോ എന്ന് തോന്നിയ ഒരു എലമെന്റ് അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. മലയാളത്തിൽ ഇങ്ങനൊരു പടം ഈ ഒരു പാറ്റേണിൽ ഇങ്ങനൊരു ബാക്ക് സ്റ്റോറിയൊക്കെ വെച്ചുകൊണ്ട് മോനെ ഇത് ആദ്യത്തെ പരിപാടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഇതൊരു ഓഡിയോ വിഷ്വൽ ട്രീറ്റാണ്. ശരിക്കും പടം കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഇത് OTTയിൽ കണ്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നേനെന്നാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് തിയേറ്ററിൽ കാണാനുള്ള സിനിമയുണ്ട്. തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയതുപോലെ അത്രയും ഗംഭീര സൗണ്ടിങ് വിഷ്വൽ പരിപാടികളൊക്കെ ഉണ്ട്. തിയേറ്ററിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമില്ലാത്തടുത്ത് വരുന്ന ചിരിയും ചില കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തൊരു ഭാര്യയും ഭർത്താവുമാണ് ഇരിക്കുന്നത്. ആദ്യം അവർ എന്നൊക്കെ പറഞ്ഞ് രഹസ്യമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഞ്ഞിയുടെ സീൻ വന്നപ്പോൾ ആ ഭാര്യ അപ്പുറത്തിരുന്ന് പറയാണ്, കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്കുക, ഉഹു എന്ന് പറഞ്ഞിട്ട് അവരിരുന്ന് ചിരിക്കുക. ഞാൻ അവരോട് പറയേണ്ടി വന്നു, കുറച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കുക. കാരണം അത് സിനിമയിൽ നമ്മൾ കാണുമ്പോൾ അതിനൊരു പേടിപ്പെടുത്തലിൻ്റെ എലമെൻ്റ് ഉണ്ട്. നമ്മളത് മുഴുകിയിരുന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്ന് കൗണ്ടർ അടിച്ചിരുന്ന് കാണാൻ വരുന്ന കുറച്ച് മാറിയൊക്കെ ആൾക്കാർ, ഈ തിരുവനന്തപുരത്ത് ഏരീസ് ഫ്ലക്സ് OD1 അറിയാവുന്നവർക്ക് അറിയാം, വലിയ സ്ക്രീനാണ്. അപ്പോൾ കുറേ മാറി കുറച്ച് ആളുകൾ കൗണ്ടർ അടിക്കലും ചിരിക്കലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ അടുത്തിരുന്നുള്ള ബഹളം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ ഒറ്റയ്ക്ക് ഹെഡ്ഫോണൊക്കെ വെച്ച് രാത്രി റൂമിലിരുന്ന് കാണുകയാണെങ്കിൽ എനിക്ക് കുറേയും കൂടി ഇതിൻ്റെ ആ ഒരു ഉൾക്കിടിലം ഫീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഉറപ്പുവരുത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഇതിലെ ആത്മാവിൻ്റെ വരവും അതിലെ പേടിയുടെ എലമെൻറ്റും ഒക്കെ എനിക്ക് നല്ലോണം കണക്റ്റായി. ഞാൻ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്തു. OTTയിലായിരുന്നെങ്കിൽ ഈ ഓഡിയൻസിൻ്റെ ശല്യമില്ലാതെ ഗംഭീരമായിട്ട് ആ എക്സ്പീരിയൻസ് ഉള്ളിലേക്ക് എടുക്കാമായിരുന്നു എന്ന് തോന്നിയെന്നാണ് പറയുന്നത്. നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിൻ്റെ അടിപൊളി പെർഫോമൻസ് എന്ന് വെച്ചാൽ അദ്ദേഹം മുതിർന്നതിന് ശേഷം നായകനായതിനു ശേഷം നമ്മൾ കണ്ടിട്ടുള്ള പെർഫോമൻസുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെയാണ്. ആ പറയുന്ന ഫിയർ എന്ന് പറയുന്ന എലമെൻറ്റിനെ അയാൾ കൊണ്ടുവരുന്നൊരു രീതി അതിഗംഭീരമാണ്. ആൻഡ് ജിബിൻ ഗോപിനാഥൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, പുള്ളി കുറേ സിനിമകളിലുണ്ട്. ഇപ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള മകനോട് സംസാരിക്കുന്ന ഒരു അച്ഛൻ്റെ വേഷമൊക്കെ പുള്ളി ചെയ്തപ്പോൾ പുള്ളിക്ക് ഒരുപാട് കയ്യടികൾ കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പും നമ്മുടെ ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്, പല വീഡിയോസിലായിട്ട്. അടിപൊളി ആർട്ടിസ്റ്റാണ്. പുള്ളിയുടെ കഴിവ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു വേഷം തന്നെ ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രണവും ജിബിനും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇവരിലൂടെയാണ് നമ്മൾ ഈ സിനിമയിലെ പല കാര്യങ്ങളും അറിയുന്നത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഈ ഫിയർ വേണം, പ്ലസ് ഇതെന്താണെന്ന് അറിയണം, അടുത്തേക്ക് നമുക്ക് പോയേ പറ്റൂ എന്ന് പറയുന്ന ഫീലും വേണം. ഇയാൾക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റും. പക്ഷേ അയാൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇവർ രണ്ടുപേരിലൂടെയും ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ആ ഇമോഷൻ നമ്മൾ നിർത്തുക. ഈ പേടി എന്ന് പറയുന്ന ആ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാന്ന് പറയുന്നത് ഗംഭീരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമർ അരുൺ അജികുമാർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. കുറച്ചേ ഉള്ളൂ, ഭയങ്കര സൈക്കോളജിക്കലി അഫക്റ്റഡ് ആവുന്ന ഒരു ക്യാരക്ടറിനാണ് പുള്ളി ചെയ്യേണ്ടത്. എന്ത് വെടിപ്പായിട്ടാണ് മച്ചാൻ ചെയ്തേക്കുന്നത് പറയും, എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത് അറിയോ. എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്തു ഇവൻ അഭിനയിക്കണേ ആണോ, ഇവൻ അഭിനയിക്കുകയാണെങ്കിൽ അത് എഴുതി ഒട്ടിച്ച് വെക്കണം. അങ്ങനെ അത്ര നാച്ചുറലായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പെർഫോമറേയും കൂടി പറഞ്ഞേ പറ്റുള്ളൂ. സ്പോയിലർ എലമെൻ്റായി ചിലർക്ക് തോന്നിയേക്കാന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. മുമ്പ് ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ട്രെയിലർ റിയാക്ഷനിൽ ഞാൻ പറഞ്ഞു, എന്ന് വെച്ചാൽ അവരുടെ ഫസ്റ്റ് ഞാൻ കാണുന്ന ആദ്യത്തെ അവരുടെ പെർഫോമൻസ് ആ സിനിമയിലാണ്. അവർ എസ്റ്റാബ്ലിഷ് ആവുന്നതും ആ സിനിമയിൽ തന്നെയാണ്. അതിൽ അവരുടെ ട്രെയിലറിൽ ഒരൊറ്റ ഷോട്ട് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഇവർ ഗംഭീര ആർട്ടിസ്റ്റാണെന്ന്. അതെനിക്ക് ഏറ്റവും അഭിമാനത്തോടെ ഇന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു. എന്ത് അടിപൊളിയായിട്ടാണ് നിങ്ങൾ ചെയ്തേക്കുന്നത് അറിയോ. എൻ്റെ പൊന്നെ, അടിപൊളി, ഗംഭീരം.
ഗംഭീരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന ആ ഡയലോഗ് പറയുന്ന സമയത്തുണ്ടായൊരു രോമാഞ്ചം ഉണ്ടല്ലോ, എന്ത് രസമായിട്ടാണ് ചെയ്യണത്. അങ്ങനെ അതിഗംഭീര ആർട്ടിസ്റ്റുകളുടെ എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ആ കുറച്ച് ആൾക്കാരുടെ ഏറ്റവും മികച്ച പ്രകടനം നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങളൊരു ഫിലിം മേക്കർ ആണെങ്കിൽ, ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ സിനിമയിലെ കുറച്ച് പെർഫോമേഴ്സിനെ ഒന്ന് നോക്കി വെച്ചേക്കണം. നിങ്ങളുടെ ഒരു പടത്തിൽ എന്തായാലും ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വേഷം കൊടുക്കാം, അവർ അടിപൊളിയാക്കി കൈത്തരും. അടുത്ത പോസിറ്റീവ് ക്രിസ്റ്റോ സേവിയർ ആണ്. താൻ എന്ത് മനുഷ്യനാണോ, എന്ത് മ്യൂസിക്കാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത്. എനിക്ക് സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ബിറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് മണിച്ചിത്രത്താഴിൻ്റെ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരൊറ്റ മൊമെൻറ്റിലേ ഉള്ളൂ. അത് കോപ്പി ചെയ്തൊന്നുമല്ല, അത് ഗംഭീര ഒരു പരിപാടിയായിരുന്നു. പിന്നെ അതിനകത്ത് ഈ പറയുന്ന ചെലങ്കയുടെ സൗണ്ടും കൂടി വരുന്നത് കൊണ്ട് നമുക്ക് കണക്ട് ചെയ്ത് ആലോചിച്ച് പോയതാണ്. പക്ഷേ ഇയാൾ ഇതിൻ്റെ സ്കോറിങ് ചെയ്തു വെച്ചേക്കുന്നത് വേറെ തന്നെ ഒരു രീതിയിലാണ്. ചില സീനൊക്കെ എടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രതീക്ഷിക്കും. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന് കാണേണ്ട ഒരു ജോണർ അല്ല ഇത് ഹൊററാണ്. ഭയങ്കര ഭീതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പോലത്തെ സാധനങ്ങളാണ്. അതുകൊണ്ട് എണ്ണിപ്പെറുക്കി ഞാൻ പറയുന്നില്ല. ഗംഭീര മ്യൂസിക് ആൻഡ് ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കിടിലമായിട്ട് ഇതിൻ്റെ സൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ആത്മാവ് ഇതിൻ്റെ സൗണ്ടാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിച്ചു കൊടുക്കും. അത്രയും ഈ ഹൊറർ സിനിമകളിൽ സൗണ്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ജംസ്കെയർ പരിപാടികൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. പക്ഷേ അതല്ല നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഹൊറർ പരിപാടികളൊന്നും അല്ല. അതിൽ നിന്ന് മാറിയിട്ട് കുറേ പരിപാടികൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ പുകഴ്ത്തുമ്പോൾ ജയദേവൻ ചക്കാടത്താണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈനർ. സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് MR രാജകൃഷ്ണനാണ്. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിത് തിയേറ്ററിൽ കാണണം മോനെ. നല്ല സൗണ്ടുള്ള ഒരു തിയേറ്ററിലിരുന്ന് കാണണം. ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ വിഷ്വൽ സൈഡ്, ഇപ്പോൾ പ്രേതവും ഭൂതവും പരിപാടിയൊന്നും ഇല്ലാതിരിക്കുന്ന വിഷ്വൽ അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ഒരു വീട് കാണിക്കുന്നുണ്ട്, ഒരു ആർക്കിടെക്റ്റിൻ്റെ വീട് എന്ന് പറയുമ്പോൾ US പോകുന്ന അത്രയും സംഭവമായിട്ടുള്ളൊരു ആർക്കിടെക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ വീടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യും. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിന് ഓരോന്നിനെയും ഇവർ കവർ ചെയ്തിരിക്കുന്ന രീതി. എന്നാൽ പഴയ വീടുകളും അതുപോലെയുള്ള സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വിഷ്വലി അവർ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതും അതിൻ്റെ എഡിറ്റിംഗ് പരിപാടികളും ഗംഭീരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ VFX അടിപൊളിയായിട്ടുണ്ട്. VFXിനേക്കാളും ഞാൻ ഒരു പടി മുകളിൽ കയറ്റി വെക്കുന്ന VFX അടിപൊളി പറയാനേ ഇല്ല. അതിനേക്കാൾ ഒരു പടി മുകളിൽ നമുക്ക് ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവന്മാരൊരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട് മോനെ. എന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ ചെയ്തു വെച്ചേക്കുന്നത്, എന്തുവാണ് ഇത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ അത്രയും രസമായിട്ട്. പ്രത്യേകിച്ച് ഇതിലെ വീടുകളും സ്ഥലങ്ങളും ഒക്കെ മാറുമ്പോൾ അവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നത്, അതിൽ നിന്ന് ഇവരുണ്ടാക്കിയെടുക്കുന്ന ഒരു ഹൊറർ എലമെൻ്റ് ഒക്കെ ഉണ്ട്. ഷഹനാദ് ജലാലാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഷഫീഖ് മുഹമ്മദ് അലിയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. റോണക് സേവിയർ ആണ് ഇതിൻ്റെ മേക്കപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ജ്യോതിഷ് ശങ്കറാണ് ഇതിൻ്റെ ആർട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ടോപ്പ് ക്ലാസ് പരിപാടിയാണ്. ടോപ്പ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ പരിപാടി. പുള്ളിക്കത് പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ, പുള്ളി അത് അടിപൊളിയായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂംസും എല്ലാം അടിപൊളിയാണ്. ആൻഡ് ഇതിനകത്ത് ഈ ലൈറ്റ്, ഷാഡോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അവർ യൂസ് ചെയ്തിരിക്കുന്ന രീതി, ഈ ഫിയറിനെ നമ്മളിലേക്ക് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് അവരെടുത്തിട്ടുള്ള കുറച്ച് പരിപാടികൾ, കുറച്ച് ടെക്നിക്കുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഭൂതകാലം കാണുന്ന സമയത്ത് അതിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് VFX അല്ല, അവരത് ഇങ്ങനെയാണ് ചെയ്തത്, അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തപ്പോഴാണ് ഇത് കിട്ടിയത് എന്നൊക്കെ പറയുന്ന പോലെ കുറേ എക്സ്പ്ലനേഷൻസ് വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഇപ്പോൾ പുറത്തെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഞാൻ ഈ സിനിമയുടെ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ അടിപൊളി പരിപാടിയാണ്. പിന്നെ സിനിമ എൻ്റെ ചെയ്യുന്നിടത്ത് ഈ രാഹുൽ സദാശിവൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ ഉള്ള ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഇതിലും ആവർത്തിച്ച് വരുന്നതായിട്ട് കണ്ടു. പക്ഷെ അതൊന്നും മോശമല്ല കേട്ടോ, അടിപൊളിയാണ്. എന്തായാലും ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ ഉണ്ട്, അത് എടുത്തു വെച്ച് നമ്മളിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു പാറ്റേൺ. അതുപോലെ തന്നെ ഒരു ഹൊറർ സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുറച്ച് പിൻകഥകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കഥയും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില അവതരണ പരിപാടികളൊക്കെയാണ്. എണ്ണിപ്പെറുക്കി സ്പോയിലർ പറയാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് അതിലേക്ക് ഇൻഡെപ്ത് പോകാത്തത്. നിങ്ങളിത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. പറ്റിയാലൊരു നല്ല ഓഡിയൻസ്, പേടിപ്പിക്കുന്ന സീൻ വരുമ്പോഴേക്കും പൊട്ടിച്ചിരിച്ച് കോമഡി ആക്കുന്ന തല്ലിപ്പൊളി വൃത്തിയേട്ടന്മാരുടെ കൂടെ അല്ലാതെ നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റട്ടെ. പിന്നെ നല്ല തിയേറ്ററിൽ, ഞാൻ പറയുന്നത് 4K അറ്റ്മോസും ഒക്കെ ഉണ്ടെങ്കിലും ചില തിയേറ്ററുകാർ കാണിക്കുന്ന വൃത്തികേട്, അവരുടെ സ്ക്രീനിൻ്റെ ഒരു റേഷ്യോ എന്താണോ ആ സ്ക്രീൻ നിറച്ച് ഈ സിനിമ കാണിക്കാൻ നോക്കും. ഈ സിനിമ സാധാരണ നമ്മൾ കാണുന്ന വൈഡർ ആ ഒരു ഫോർമാറ്റിലല്ല ഉള്ളത്, അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോനെ റെസ്പെക്ട് ചെയ്താൽ ഫിലിം മേക്കർ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു ഉദ്ദേശം ഉണ്ടാകും. അപ്പോൾ അതേ ആസ്പെക്ട് റേഷ്യോയിൽ കാണിക്കുന്ന സിനിമാക്കാരൻ്റെ എഫേർട്ടിനെ ബഹുമാനിക്കുന്ന തിയേറ്റർ, അങ്ങനെ ഒരു തിയേറ്ററിലും കൂടി നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനിയൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതൊരു ഹൊറർ പടമാണ്. പ്രേതം, പേടി അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കൂടെ കുറച്ച് ബ്ലഡും ഇറച്ചിയും എല്ലും ഒക്കെ കാണിക്കുന്ന പോലെ വളരെ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുന്ന ആളുകൾ ഈ സിനിമ തിയേറ്ററിൽ കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച്
ഇതിപ്പോൾ എങ്ങനെ പറയാം, എന്തായാലും അങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അത് പല ആളുകളെയും വളരെയധികം ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുള്ളതുമാണ്, ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ എല്ലാ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കിതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.